പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് 30-ാം തീയതി, ഡിസംബർ മാസം 30-ാം തീയതി, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ധ്യാന വിഷയമാണ്. ഇവിടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഉപവാസം എങ്ങനെ നടത്തണം, യഥാർത്ഥ നിക്ഷേപമായ സ്വർഗം നമ്മൾ എങ്ങനെ നേടിയെടുക്കണം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എങ്ങനെ നിക്ഷേപം കരുതി വെക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഈശോയെ ക്രിസ്തുമസിൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളോട് പറയുന്നത്. നമ്മളിൽ തുടരേണ്ട കൃത്യമായ ഒരു ആത്മീയതയെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത്. വലിയ അനുഗ്രഹവും സന്തോഷവും വിശുദ്ധിയും നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത് തുടർന്നു കൊണ്ടുപോകാൻ എങ്ങനെ നമുക്ക് സാധിക്കും, അതിനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവാസം ചില കാര്യങ്ങൾ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി തുടർന്നും ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. നോമ്പുകാലത്ത് ഉപവാസം എടുത്ത് ദാനധർമ്മങ്ങൾ നടത്തി കൂടുതൽ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ ആത്മാവിനെ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുകയും പുണ്യപ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്തു. അതിലെ പ്രധാന ആയുധങ്ങളിലൊന്നായ ഉപവാസം എന്ന് പറയുന്ന ചില പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ വേണ്ട എന്ന് വയ്ക്കുന്നതാണല്ലോ ഉപവാസം. നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നും വേണ്ടെന്ന് വയ്ക്കണം. ഒരു ഉപവാസം അതിനെ കുറിച്ചെടുക്കണം. അങ്ങനെ ഒരു ഉപവാസത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഉണ്ടാവണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമെന്ന്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഇനി ദൈവത്തെ പ്രീതിപ്പെടുത്താത്ത കാര്യങ്ങൾ അവ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നില്ല, സന്തോഷിപ്പിക്കുന്നില്ല എന്ന കാര്യത്തിന്റെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരു ഉപവാസ മനസ്സ്, ഒരു അകറ്റി നിർത്തുന്ന മനസ്സ്, വേണ്ട എന്ന് വയ്ക്കുന്ന മനസ്സുണ്ടാവണമെന്ന് ഈശോ ഇന്ന് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത്, സ്വർഗത്തിൽ എങ്ങനെ യഥാർത്ഥ നിക്ഷേപം സൂക്ഷിക്കാം. ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ കുറച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളും താല്പര്യങ്ങളും കുറച്ച് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായ വൈദികനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, വിശുദ്ധിയിൽ വളരാനുള്ള ഒരു കാര്യം അദ്ദേഹം അല്പം കേൾക്കാൻ ഭംഗിയുള്ള ഒരു പ്രാസം ഒപ്പിച്ചുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: ആക്ഷേപങ്ങളെ നിക്ഷേപങ്ങളാക്കുകയും അതുപോലെ കല്ലേറുകളെ പൂമാലകളാക്കുകയും ചെയ്യണം. ആക്ഷേപങ്ങളെ നിക്ഷേപങ്ങളാക്കുകയും കല്ലേറുകളെ പൂമാലകളാക്കുകയും ചെയ്യണം. ആക്ഷേപങ്ങളും കല്ലേറുകളും ഒക്കെ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് നിക്ഷേപം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ലഭിക്കുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ, അങ്ങനെ കടന്നു പോകുന്ന നമ്മളുടെ ബുദ്ധിമുട്ടേറിയ കൈപ്പേറിയ സാഹചര്യങ്ങൾ, അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെടുന്ന, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന, വിലയില്ലാതെ കാണപ്പെടുന്ന അവസരങ്ങളും അതിനുവേണ്ടി എടുക്കുന്ന നമ്മളുടെ ത്യാഗങ്ങളും, ചെയ്യാത്ത കാര്യങ്ങൾക്ക് കിട്ടുന്ന കല്ലേറുകളും ഒക്കെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശോയും പറയുന്നതാണ്, ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളല്ല, സ്വർഗത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടാകുമോ അതാണ് നിങ്ങൾ പ്രധാനമായി കണ്ട് ചെയ്തേണ്ടത്. ഈശോ പറഞ്ഞല്ലോ ഒരിക്കൽ, മറ്റുള്ളവർ എന്നെ പ്രതി നിങ്ങളെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം വലുതാകുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കാനും ചെയ്യാനും പറയാനും പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് സ്വർഗത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ തരുന്ന കാര്യങ്ങളിലേക്ക് ഇനി വരുന്ന പുതിയ വർഷത്തിൽ ഞങ്ങളുടെ ചിന്തകൾ പോകാനും അങ്ങനെ അവ കൂടുതൽ പ്രാവർത്തികമാക്കി ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നവരായി മാറുവാനും ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.